നമസ്കാരം. SIR അല്ലാതെ തന്നെ മനുഷ്യരെ സമാധാനം കളഞ്ഞേക്കാണ്. SIRന്റെ ആ ഒരു പ്രവർത്തന രീതി കൊണ്ടാണ് സമാധാനം കളയുന്നത്. SIR അല്ല. ഡോക്യുമെന്റ് എന്നൊരു പ്രശ്നമൊന്നുമല്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രേഖകൾ സംഘടിപ്പിക്കാൻ കഴിയുമല്ലോ. ഒരല്പം സമയം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ച് പഴയ രേഖകൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള രേഖകൾ ചോദിച്ചിട്ടുള്ളൂ. ചിലത് കിട്ടില്ല, പക്ഷെ ചിലത് കിട്ടുന്നുണ്ട്, കിട്ടുന്ന രേഖകളുണ്ട്. അതുകൊണ്ട് രേഖകളെ കുറിച്ചുള്ള ഒരു ആശങ്ക വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അതൊക്കെ സംഘടിപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായ ഒരു സമയമില്ല. അതിന്റെ ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. അതൊന്ന്. പിന്നെ ഇപ്പോ 23-ാം തീയതി മറ്റന്നാളാണ് ഇതിന്റെ ലാസ്റ്റ് സമയം പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പരിശോധനയ്ക്കും മറ്റു കാര്യങ്ങളും പിന്നെ അതിന്റെ എന്താ പറയാ തീരുമാനമെടുക്കലും ഒക്കെയാണ് നിൽക്കുന്നത്. 6-ാം തീയതി കൂടി കരട് പുറത്തേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നതിനിടയ്ക്കാണ് അടുത്ത പണി വരുന്നത്. അപ്പൊ ഇന്നലെ കുറച്ച് കോളുകൾ, ഇന്ന് രാവിലെ കുറച്ച് കോളുകൾ ആദ്യം ഒരു സാരമാക്കി എടുത്തില്ല. ഇതൊക്കെ ഉടായ്പായിരിക്കും, തട്ടിപ്പായിരിക്കും എന്ന് കരുതി. പക്ഷേ ഇത് ഒരു മധ്യവയസ്സ് കഴിഞ്ഞവരെ ചൂഷണം ചെയ്തുകൊണ്ട് പണം തട്ടിയെടുക്കുന്ന ഒരു മാഫിയ ഈ ഇതിന്റെ ഇടയിലും ഈ SIRന്റെ ഇടയിലും ഇറങ്ങി എന്ന് കേൾക്കുമ്പോൾ അതൊരു അപകടമാണ്. നമ്മളത് കരുതിയിരുന്നേ പറ്റൂ. SIRന്റെ പേരിലും തട്ടിപ്പ് വരികയാണ്. മധ്യവയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു 50-40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു ഫോൺ കോൾ വരും. ഫോൺ കോൾ വന്നിട്ട് അവരുടെ വോട്ടർ ലിസ്റ്റിന്റെ പേരില്ല, SIRന് വേണ്ടിയിട്ടാണ്, SIR ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സംശയമുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് OTP അയച്ചു കൊടുക്കണം. OTP വേണമെന്ന് പറയണം. അങ്ങനെ OTP കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിൽ SIR സംബന്ധിച്ചിട്ട് ഒരു വിളിയും ആരും വിളിക്കില്ല. OTP ചോദിച്ചുകൊണ്ട് ഇവിടുന്ന് ഒരു കോള് വരില്ല, അത് ഉറപ്പാണ്. ആകെ വരുന്നത് ഫോം 6 ഒക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഫോം 6 ഓൺലൈൻ ഫില്ല് ചെയ്യാൻ നോക്കുന്ന സമയത്ത് സൈറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ പറയും. അക്കൗണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമല്ല. നമ്മുടെ എപിക് നമ്പരോ, അതായത് നമ്മുടെ ID കാർഡിന്റെ നമ്പരോ അതല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പരോ ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് അടിച്ചു കൊടുക്കുന്നതോടുകൂടി നമുക്കൊരു അക്കൗണ്ട് ആയി. അതാണ് സിസ്റ്റം. ഇത്രയേ ഉള്ളൂ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് നമുക്കൊരു OTP വരുന്നുണ്ട്. പിന്നെ അതിനെ ഫിൽ ചെയ്ത് പോകുന്നതിന്റെ ഇടയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ OTP വരുന്നുണ്ട്. അത് നമുക്ക് നേരിട്ടാണ് നമ്മൾ ചെയ്യുമ്പോഴാണ്. അല്ലാതെ ഒരു തേർഡ് പാർട്ടി വിളിച്ച് ചോദിച്ചു, ഒരാൾ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് SIR ശരിയാക്കാൻ വേണ്ടിയിട്ട് OTP തരൂ എന്നാരും പറയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ഇതിന്റെ പേരിൽ നിങ്ങളെ വോട്ട് നഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അത് പ്രയാസപ്പെട്ടിട്ടുണ്ട്, ആ ഫോം തള്ളിപ്പോകാതിരിക്കാൻ വേണ്ടി ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ OTP ചോദിച്ചുകൊണ്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പോയി പണി നോക്കാൻ പറയണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളെ ഫോം വേറെ ആരെങ്കിലും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തിരുന്നു കൊണ്ട് അത് OTP കൊടുത്ത് കൈകാര്യം ചെയ്യുക. ഫോൺ വിളിച്ചുകൊണ്ടുള്ള OTPന്റെ ഇടപാട് നിങ്ങൾ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. ഒന്നാമത് പേടിച്ചാകെ അത്രസാക്കപ്പെട്ടിരിക്കുകയാണ്. അതിനിടയിൽ പിന്നെ ഇങ്ങനൊരു വണ്ടി വില കൂടെ എടുത്തു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്റെ സംശയം എന്ന് പറഞ്ഞാൽ മറ്റൊന്നാ, നമ്മൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള കോണ്ടാക്ട് നമ്പർ, ഇത്തരത്തിലുള്ള നമ്പർ എങ്ങനെ ലീക്കാവുന്നേ? നമ്മൾ എന്തെങ്കിലും ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ അത്തരത്തിൽ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ എവിടെയോ നമ്മുടെ സിസ്റ്റത്തിന് ഒരു കുഴപ്പമുണ്ടെന്നാണ് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വളരെ രഹസ്യമായി ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളും ബന്ധപ്പെട്ട ഔദ്യോഗിക വെബ്സൈറ്റും തമ്മിൽ, അല്ലെങ്കിൽ നമ്മളും ബന്ധപ്പെട്ട ഔദ്യോഗിക ഉദ്യോഗസ്ഥരും തമ്മിൽ മാത്രം നടത്തിയിട്ടുള്ള ആ ഇടപാടുകൾ, അങ്ങനെയുള്ള ഇടപാട് നടത്തുന്ന ആ നമ്പറുകൾ, അതല്ലെങ്കിൽ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറുകൾ, അതെടുത്തിട്ട് നമുക്ക് കോള് വരികയാണ്. ഇത്രയും ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്ക് കോള് വന്നിട്ട് OTP ചോദിക്കുക. എങ്ങനെയാണ് നമ്മുടെ നമ്പറൊക്കെ മിസ്സാകുന്നത്? ഏതായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. SIR സംബന്ധിച്ചിട്ട് ആശങ്കകളൊക്കെ അവിടെ നിൽക്കട്ടെ. ആശങ്കകൾ BLOയും നാട്ടുകാരും എല്ലാവരും കൂടി ചേർത്ത് നമുക്ക് തീരുമാനിക്കാം. ഇനി അതല്ല, പിന്നെ എന്തെങ്കിലും വിഷയങ്ങൾ വരികയാണ്, ഒരു ഗതിയും പരഗതിയും ഇല്ല എന്നുണ്ടെങ്കിൽ അവസാനം പിന്നെ അറിയാലോ എന്താ നടക്കുക എന്നുള്ളത്. എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കത് കയറാൻ നോക്കാം. പക്ഷെ അവനവന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം നഷ്ടപ്പെട്ടിട്ട് പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് SIRന്റെ പേരിൽ ആര് വിളിച്ച് ചോദിച്ചാലും OTP ചോദിച്ചു കഴിഞ്ഞാലും അത് ഞങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞേക്കുക. OTP കൈമാറ്റം നടത്തുന്നത് നിങ്ങൾ ഓൺലൈനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ നേരിട്ട് പോയി ചെയ്യാം. നേരിട്ട് പോയി ചെയ്തപ്പോൾ ആ സമയത്ത് വരുന്ന OTP നിങ്ങൾ കൊടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൺലൈൻ തന്നെ ഫോണിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ OTP പറഞ്ഞു കൊടുത്താലും കുഴപ്പമില്ല. അല്ലാതെ അജ്ഞാത നമ്പറുകളിൽ നിന്ന്, നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വിളിച്ചിട്ട് OTP വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോയി പണി നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കും. Different angles. Don't forget to subscribe and support this channel.